ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? എന്താ വിനോദമായിട്ട് ഇന്നത്തെ വീഡിയോ? വെഡ്ഡിങ് വ്ലോഗ്. അപ്പോൾ ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിട്ടിയെന്ന്? നമ്മൾ കണ്ടുപിട്ടിയത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ആക്ച്വലി എൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ എത്തുന്നത് ആക്ച്വലി. പക്ഷേ ഞാൻ അതിന് മുന്നേ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ സ്ഥലം മാറ്റി അങ്ങനെ ഡോൺ ബോസ്കോയിൽ എത്തിപ്പെട്ടു. ഡോൺ ബോസ്കോയിൽ വെച്ചിട്ടാണ് ജീനെ ആദ്യമായിട്ട് കണ്ടുപിട്ടുന്നത്. ഞാൻ ആ സമയത്ത് അവിടെ നഴ്സിംഗ് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് വിനോദമായിട്ടും വരുന്നത്. എനിക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഡ്യൂട്ടിക്ക് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവർ എൻ്റെ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഇവർ കുറച്ച് ഗ്യാങ് ആയിട്ട് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, ഇത് ആരായി നടന്നു വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞിട്ട് നിന്നെ കെട്ടാൻ പോണ ആളാടിയാ വരുന്നതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കണ്ടിട്ടില്ല, അറിയുമില്ല ഇയാളാണ് എന്നെ കെട്ടുന്നതെന്ന് ഒന്നും അറിയില്ല. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു തമാശയായിട്ട് വിട്ടു. പക്ഷെ ഇപ്പം 8 വർഷം കഴിഞ്ഞപ്പോൾ അത് ശരിക്കും സത്യമായിട്ട് വന്നു അല്ലേ? സത്യമായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ജീനെ കണ്ടിട്ടില്ല അന്ന്. കാരണം ഞങ്ങളാണ് ശരിക്കും ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ പോലുള്ള സ്റ്റാഫുകളുമായിട്ട് ഒത്തിരി സംസാരിക്കാറില്ല. സീനിയർ നേഴ്സുമാരായിട്ടാണ് ഞങ്ങൾ സംസാരിക്കാറ്. ഇവരവിടുത്തെ ഇൻറ്റേൺസാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കാറില്ല. എനിക്ക് ജീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഞങ്ങൾ ഈവൻ പരിചയപ്പെട്ടിട്ട് പോലുമില്ല അന്ന്. പക്ഷേ അന്നങ്ങനെ ആ ചേച്ചി പറഞ്ഞു എന്ന് അവൾ കുറേ കഴിഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം പിന്നെ സ്റ്റാഫ് നേഴ്സായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ആ സമയത്താണ് കൂടുതൽ അവരവിടെ ഇല്ല, അവർ പോയായിരുന്നു. പക്ഷേ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്തു പതുക്കെ ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ്. കുറേ വർഷങ്ങളോളം ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു ഫോൺ വഴിയായിരുന്നു. അതെ. പിന്നെ മാസ്റ്റേഴ്സ് പിന്നെ ഞങ്ങൾ കോണ്ടാക്ട്സ് എല്ലാം ഫോൺ വഴിയാണ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജോലി ചെയ്യായിരുന്നു. ആ സമയത്തെല്ലാം ഞങ്ങൾ പരസ്പരം ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. നല്ല ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിളിക്കും, സംസാരിക്കും, വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോയി ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ ജോലി ചെയ്തു. മാരേജ് ആക്ച്വലി ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് പേരൻസ് അതിനെ റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പം ഞങ്ങളുടെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണിയെടുത്ത പൈസയ്ക്ക് തന്നെ ഞങ്ങൾക്ക് നമ്മുടെ വിവാഹം നടത്തണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോവിഡ് കാരണം ഞങ്ങൾക്ക് കുറേ നാളുകളായിട്ട് UK ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയം നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്ത് കുറച്ച് സേവിങ്സൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ആ സേവിങ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ കല്യാണം നടത്താമെന്നൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഈ മാരേജിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പല കൂട്ടുകാരുടെയൊക്കെ വിവാഹം റീസെൻ്റ്ലി നടന്നു. അവരൊക്കെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് കുറേ നാളുകളായിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടുകയാണ്. കാരണം എല്ലാവരും ഞങ്ങളെ നിർബന്ധിക്കുമായിരുന്നു, എന്തേ കല്യാണം കഴിക്കുന്നില്ല എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. ഇവളുടെ ബാച്ചിൽ ഇപ്പം ഇവളാണ് ലാസ്റ്റ് വിവാഹം കഴിക്കാനുള്ളത്. എൻ്റെ ബാച്ചിൽ ഇപ്പം ഓൾമോസ്റ്റ് PGയിലുള്ള എല്ലാവരും കല്യാണം കഴിച്ചു. എൻ്റെ കൂടെ UG പഠിച്ചവരെല്ലാവരും കല്യാണം കഴിച്ചു. എൻ്റെ കൂടെ +2 പഠിച്ചവരെല്ലാവരും കല്യാണം കഴിച്ചു. ഞാൻ ഏകദേശം ലാസ്റ്റ് മാനാന്ന് തന്നെ പറയാം. ഞാൻ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ രണ്ടുപേരിലും വിവാഹം ലാസ്റ്റ് നടക്കുന്ന. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തേ കല്യാണം. ഈവൻ ഫാമിലിയിൽ നിന്ന് പോലും നമുക്ക് ചോദ്യം വരും. ഫാമിലി റിലേറ്റീവ്സ് നാട്ടുകാർ വരെ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്നില്ല. ഇത് നമുക്ക് നമ്മുടെ ഒരു പ്രൗഡാണല്ലോ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മുടെ ഒരു ഇവന്റ് നടത്തുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നാൾ കാത്തിരുന്നത്. Dreams in the sand, remembering where we began to see this empty canvas, the future and all that could be. Shadows turning into light, our eyes open wide. When we're together, the world comes alive. Every color shining so bright. The hope that we hold, the story unfolds. Together we find
We'll get there one day at a time. Up in the clouds, reaching the stars from the ground. Lost in this garden, embracing the place that we found. Shadows turning into light, our eyes open wide. When we're together, the world comes alive. Every color shining so bright. The hope that we hold, the story unfolds. Together we find. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഓൾവേസ് വെരി കണക്റ്റഡ് ആണ്. വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ജീനുവും ഞാനും ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. സോ ഫ്രം കസിൻസ് ടു ഫ്രണ്ട്സ് ആ ഒരു ജേണി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ നഴ്സറി തൊട്ടിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഷീസ് എ പ്യുവർ സോൾ. എന്താ പറയുക, വെക്കേഷനാണ് തറവാട്ടി വരാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെയാണ് ഞങ്ങളുടെ മുതിർന്ന ചേച്ചിമാർ. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ അമ്മമാർ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചേച്ചിമാർ ഞങ്ങൾ നോക്കണം. ജീനി ചേച്ചി അതിലൊക്കെ ഉള്ളൊരു മെയിൻ. ജീനി ചേച്ചി, സുപ്പു എല്ലാവരും ഞങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പ്രായത്തിപ്പോഴേക്കും ഇവരൊന്നും കാണാനില്ല. ഇവർ ഇറ്റലിയിലും UK പോയിട്ട് പിന്നെ കാണുന്നത് എന്താ പറയുക കല്യാണത്തിനാണ് കാണുന്നത്. ജീനുവിനും വിനോദേട്ടനും ഞങ്ങളുടെ ഹാപ്പി മാരീഡ് ലൈഫ്. Hold on to me, and I'll hold on to you. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. Without, but something's not you. Oh, I'm never gonna let you go. Oh, I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold
7 കുദാശകൾ: മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗിലേപനം, തിരുപ്പട്ട വിവാഹം. സഭയിൽ 7 കുദാശകളുണ്ട്. ഇതിൽ 2 പേര് ഒരുമിച്ച് സ്വീകരിക്കുന്ന ഒറ്റ കുദാശയുള്ളൂ, അതാണ് വിവാഹം. ഇന്ന് വിനോദും ജീൻ മരിയയും വിവാഹം എന്ന കുദാശ സ്വീകരിക്കുകയാണ്. ശരീരമായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ ഒറ്റ ശരീരവും ഒറ്റ മനസ്സുമായിട്ട് മാറുകയാണ്. അപ്പോൾ സഭയുടെ വിശ്വാസം അനുസരിച്ച് വിവാഹത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ സഭയോട് ചേർന്ന് ഒറ്റ മനസ്സും ഒറ്റ ശരീരമായി തീരുക. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്നറിയാം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ മധ്യസ്ഥയായിട്ട് സഭ വണങ്ങുന്നത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്നതാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, കാനായിലെ കല്യാണത്തിന് വീട്ടിൽ നിന്ന് പോയപ്പോൾ കുടുംബനാഥൻ ഓടി വന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടാണ്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഉടനെ തന്നെ ഈശോയെ വിളിക്കുന്നു. ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന കൽഭരണിയെല്ലാം വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കൽഭരണിയെല്ലാം വെള്ളം നിറച്ചു. ഈശോ ആ കൽഭരണി ആശീർവദിക്കുന്നു. ആശീർവദിച്ചപ്പോൾ ആ കൽഭരണിയിലെ പച്ചവെള്ളമെല്ലാം നല്ല വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. നോക്കുക, അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദനയും കുറവുകളും കണ്ടറിഞ്ഞ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ആ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് ജീൻ മരിയയുടെയും വിനോദിൻ്റെയും കുടുംബജീവിതത്തിലും ഇതുപോലെ പല കുറവുകളുണ്ടാവും. മനസ്സിലായില്ലേ? ഒരുപാട് കുറവുകളുണ്ടാവും. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തരുന്ന അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയ ചെറിയ കുറവുകളും പോരായ്മ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ ദൈവത്തിന് മുമ്പിൽ നല്ല മനസ്സോടെ സ്വീകരിക്കണം. കാരണം 2 പേരും ഒരുമിച്ചാണ് സ്വീകരിക്കുക. എന്തു കുറവുണ്ടെങ്കിലും ആ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്നവനാണ് ഈശോ. കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്നവനാണ് ഈശോ. അപ്പോൾ നിങ്ങളെ കർത്താവ് ഇന്ന് ഒരുമിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? 2 പേര് ചേർന്ന് നിങ്ങൾ ചേർന്ന് എത്ര ചേർന്നാലും നടക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പ് എത്ര ചേർന്നാലും നിങ്ങളുടെ 2 പേരും മധ്യത്തിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ആരെ കൊണ്ട് ഫില്ല് ചെയ്യണം? ഈശോയെ കൊണ്ട് ഫില്ല് ചെയ്യണം. കർത്താവിനുള്ള ഗ്യാപ്പാണത്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത് ഈശോയെ കൊണ്ടാണ്. ഈശോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ വിഷമവും പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഈശോ നമ്മുടെ കുടുംബജീവിതം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു കുറവുണ്ടാകില്ല. അപ്പോൾ കുടുംബജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജോലി തിരക്കിനിടയിലും ഈശോയെ മറന്നു പോകരുത്, പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഇവർ ആരംഭിക്കുന്ന വിവാഹ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു കൃപ ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് 2 പേരും മാതാപിതാക്കൾ ഇവിടെയുണ്ട്. കുഞ്ഞുമോൻ ചേർന്ന് മോളി ചേച്ചിയും അതുപോലെ വിനോദിൻ്റെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. നമുക്ക് ഇവരുടെ സാന്നിധ്യത്തിലാണ് ഒന്നായിട്ട് മാറുക. അപ്പോൾ 2 മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളൊക്കെ ജോലിക്കാരാക്കി മാറ്റി. ഇപ്പോൾ മാതാപിതാക്കൾ നമ്മൾ കൂടെ കൊണ്ട് അവരെ നമ്മളൊരിക്കലും മാറ്റി നിർത്തില്ല. അവരോട് കൂടെയാണ് നമ്മൾ ആയിരിക്കുക. ആ ചിന്ത ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അവരുടെ കഠിന അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. അപ്പോൾ അതേ രീതിയിൽ അവരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി മാറുമെന്ന് ആശംസിക്കാൻ പ്രാർത്ഥന ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഒരു നിമിഷം കണ്ണുകൾ വെച്ച് കരങ്ങൾ കൂപ്പി ഈ പരിശുദ്ധമായ വിലയ്ക്ക് അർഹരാകേണ്ടതിന് നമ്മൾ വന്ന് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളും പോരായ്മകളും ചോർത്ത് മനസ്സിൽ വെച്ച് ഏറ്റുകൊടുക്കും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെല്ലാം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു
തിരുവുള്ളമായി വൈവാഹിക ഉടമ്പടിയാൽ ഐക്യപ്പെടേണ്ട ഈ ദാസരെ അങ്ങ് സ്നേഹബന്ധത്താൽ ഒന്നാക്കി തീർക്കണമേ. അങ്ങനെ സ്നേഹത്തിൽ ഫലമണിയുവാനുള്ള അനുഗ്രഹം അങ്ങ് ചൊരിഞ്ഞ് സ്നേഹത്തിന് ഇതിനെ സാക്ഷികളായി തീരുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുകയും തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഫരീസയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും,
കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവിനാണ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെ സമൂഹത്തിന് മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കുദാശ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കുദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. വിനോദ് ജി മരിയ, നിങ്ങൾ വിവാഹിതനാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കൾ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്നവർ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുൻപാകെ സമ്മതപ്രദമാക്കുക. മരിയ, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വിനോദ്, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രകടിപ്പിച്ച പരസ്പര സ്വന്തം കാരണപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദപരത്തിന് അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിന് വസ്ത്രമണി ദമ്പതികൾ ക്രിസ്തു സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിപരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താഴെ ധരിച്ചുകൊള്ളുക. വിനോദ്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊണ്ടു.
മാതൃകളായി പ്രശോഭിക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചിരിക്കുന്ന വിനോദിനെയും ജീവനെയായും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ ധ്യാനത്തിന് വേണ്ടി സംയോജിക്കപ്പെടുന്നവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാൻ വേണ്ടി കൃപാവരം അവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഓർമ്മിച്ച് നിത്യവും ചേർന്നിടാം
ദൈവത്തിന്റെ ജാതനായ പുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ആദിയിലൊരു നാളിൽ മനുജനെ സൃഷ്ടിച്ചു ദൈവം, സ്ത്രീയും പുരുഷനുമായി. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine. This magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. 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 As we grow in age and time has proven true, the love that's in me is only made for you. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show Let's put our hands together and welcome our most beautiful bride, Jean Maria, and our handsome groom, Vinod. it's always been you. It's been you. It's always been you. It's been you. It's always been you. It's been you. Years, a wonderful life together as you step into a dream come true moment. As per the Holy Bible, in the book of Genesis, we read, "The Lord God said, it is not good for man to be alone. I will make a helper suitable for him." Dear Jeenu and Vinodetta, you are here not because you
and fell in love. Never because your family and parents liked each other. It's purely the plan of the Almighty God. You both deserve and are indeed meant to be together. On this lovely occasion, on behalf of everyone gathered here, I wish you all the success and a rocking life together. I feel the stage is incomplete without their parents. So, നമുക്കൊരു പ്രിയപ്പെട്ടവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. നമുക്ക് നമ്മുടെ വിനോദേട്ടൻ്റെയും ജീനുവിൻ്റെയും പാരൻസിനെയും സിബ്ലിങ്സിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ആദ്യമായിട്ട് വിനോദേട്ടൻ്റെ അമ്മ തങ്കമ്മ ആന്റീനെ ഒരുപാട് സ്നേഹത്തോടു കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ. വിനോദേട്ടൻ്റെ അപ്പച്ചൻ നമ്മുടെ കൂടെ ഇല്ല. സോ ലെറ്റ്സ് ടേക്ക് എ മൊമെന്റ് ടു പ്രേ ഫോർ ഹിം. അടുത്തതായിട്ട് നമുക്ക് വിനോദേട്ടൻ്റെ ചേട്ടൻ ബിനോയ് ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യ സുമി ചേച്ചീനെയും ഒരുപാട് സന്തോഷത്തോടു കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. കയ്യടി മസ്റ്റാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡിൻ്റെ അപ്പച്ചനെയും അമ്മനെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. കുഞ്ഞുമാമനെയും മോളി ആൻറ്റീനെയും ഒരുപാട് സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചുമ്മാ കയറി വരാൻ പറ്റില്ല, നല്ല സ്റ്റൈലായിട്ട് കയറി വരണം. ചേട്ടൻ, ഞങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട ചേട്ടൻ, ഹി ഈസ് ഓൾസോ നോട്ട് വിത്ത് അസ്. സോ ലെറ്റ്സ് ടേക്ക് എ മൊമെന്റ് ടു പ്രേ ഫോർ ഹിം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. മോസ്റ്റ് ഓഫ് us know them, ബട്ട് സ്റ്റിൽ വിനോദേട്ടൻ തൊടുപുഴക്കാരനാണ്, വർക്കിംഗ് ഇൻ ദി യുണൈറ്റഡ് കിങ്ഡം. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഡിലേ നമുക്ക് ഇന്നത്തെ ഒഫീഷ്യൽ ചടങ്ങുകളിലേക്ക് കിടക്കാം. ആദ്യം ക്യാൻഡിൽ ലൈറ്റിംഗ് സെറിമണിയാണ്. How are you? All good, all fine? All right. Let's move on to the cake cutting ceremony. Dear Jean and Vinodeta, may I request you to move forward to cut the wedding cake, the epitome of love and sharing. Into the wine toasting ceremony. Till Jeenu and Vinodeta, while you share and drink from the glass of wine, we wish you the best of health and good luck for many years to come. May God bless you to share all the sweet and bitter experiences of life together.
lot, but I don't do too well with apologies. I hope I don't run out of time, cause someone call a referee. Cause I just need one more shot, have forgiveness. I know you know that I made those mistakes maybe once or twice. And by once or twice I mean maybe a couple of 100 times. So let me redeem on myself tonight. Cause I just need one more shot, second chances. Yeah. Is it too late now to say sorry? Cause I'm missing more than just your body. Oh, is it too late now to say sorry? Yeah, I know that I let you down. Is it too late to say sorry now? വിനോദേട്ടനെ പറ്റിയിട്ട് ജീനുവിന് നമ്മളോട് എന്താ പറയാനുള്ളത്? അതെ, ചേട്ടൻ തന്നെ പറയുന്നുണ്ട് അടിപൊളിയാണ് പൊളിയാണെന്നൊക്കെ പറയണമെന്ന്. ലെറ്റ്സ് സീ. അതന്നെ, അടിപൊളിയാണ് പൊളിയാണ്, ഒന്നും പറയാനില്ല. അത്രയും പോരാ, അത്രയും പോരാ. എനിക്ക് വിനോദേട്ടന് ജീനുവിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് ആക്ച്വലി ചെയ്യുന്ന കുറേ വർഷങ്ങളായിട്ട് അറിയാം. സോ ഷീസ് റിയലി ബ്യൂട്ടിഫുൾ. ബാഹ്യ സൗന്ദര്യമല്ല, നമ്മളൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ബാഹ്യ സൗന്ദര്യത്തിനേക്കാൾ ഉപരിയായിട്ട് ആന്തരിക സൗന്ദര്യമാണല്ലോ നോക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഷീ ഈസ് റിയലി ബ്യൂട്ടിഫുൾ ഇൻ മൈ ഐസ്. ഷീ ഈസ് ആക്ച്വലി എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ടു ഹർ. ഈ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തത് അവളാണ്. ഞങ്ങൾ രണ്ടുപേരും UK വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത് സമയം സ്പെൻഡ് ചെയ്ത് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് A to Z പ്ലാനിങ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ബട്ട് അവളാണൊരു 100% ഓൾ ദ ടൈം 24/7 ഈ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കസിൻസിനെയും ഫാമിലിനെയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു ഫങ്ഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയതിൻ്റെ പുറകിലുള്ള ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് അത് ജീനു ആണ്. സോ ആക്ച്വലി ഐ എം റിയലി ഐ എം താങ്ക്ഫുൾ ടു യു ഫോർ ദിസ് മൂമെൻറ്റ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഓൾവേസ് ഫോറെവർ. ദാറ്റ്സ് ഇറ്റ്. ഓ, ദാറ്റ് വാസ് സൂപ്പർ. സോ ചേട്ടൻ നല്ല സിംഗറാണ് ഞങ്ങൾക്കറിയാം. സോ യുവർ പ്രിൻസസ് ഈസ് യുവേഴ്സ് നൗ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ആക്ച്വലി ഞാൻ പാട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ പാടും, പക്ഷേ ഇപ്പോൾ പാടാനുള്ളൊരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. സോ ഫങ്ഷൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് നോക്കുന്നതാണ്, പാടുന്നതാണ്. ഓക്കെ. That's one of a kind, to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim da da dim dim da.
take a look down as he smiles so far away. Let me take a gaze and sing out loud. Maybe I can make a change. Walking in the stars and take a look down as he smiles so far away. Let me take a gaze and sing out loud. Maybe I can make a change. Do this forever, we stay together through hopeless times. With all the color, more like a treasure. We're hopeless minds. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேற ஏதாவது. I feel numb and cold inside. I can't breathe any longer, but I'll be there by your side. No, we're in this together. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டயும் சொல்லாமலே எதிர்பார்த்தது வேற ஏதாவது. I'm holding on to see you strong. It's all that I desire. And in my heart I fantasize. We raise our wings like fire. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. Stay with me, that's all I need. Lay aside, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. Dana
உசுருக்கு வரணும் வேணும் உல்லாசமா இருப்பேன் என்ன வேணா நடக்கட்டும் நான் சந்தோஷமா இருப்பேன் உசுருக்கு வரணும் வேணும் உல்லாசமா இருப்பேன் ஏதோ பஞ்சா போட்டு விடுவாப்ல எனக்கு ராஜாவானா எனக்கு ராஜாவானா எனக்கு ராஜாவானா வாழுற எதுவும் இல்லைனாலும் ஆளுங்க எனக்கு ராஜாவானா வாழுற எதுவும் இல்லைனாலும் ஆளுங்க அப்புறம் படுத்துக்கு ஜொர்த்தால ஜொர்த்தால ஐயா உருட்டாத தொட்டா தூக்கின்னு தொட்டாத கர்த்தா கத்துன்னு மிரட்டாத அப்புறம் படுத்துக்கு ஜொர்த்தால நீ ஜோக்கர்னா ஸ்டேடியஸ் ஸ்தோத்திரனா காடியஸ் லோக்கல்னா பெரட்டி கிரட்டி ஆடனோட டான்ஸ் மாட்டிக்காத வந்து குஸ்ட் பறந்துடுவேன் பல்ச்சின்னு வெஸ்ட் வீட்டுல மூசு உண்டா அடிச்சு குண்டான்னு ஃபர்ஸ்ட் ஜொர்த்தால ஐயா உருட்டாத தொட்டா தூக்கின்னு தொட்டாத கர்த்தா கத்துன்னு மிரட்டாத அப்புறம் படுத்துக்கு ஜொர்த்தால ஜொர்த்தால ஐயா உருட்டாத தொட்டா தூக்கின்னு தொட்டாத கர்த்தா கத்துன்னு மிரட்டாத அப்புறம் படுத்துக்கு ஜொர்த்தால மானி நங்கர விரஜப்பேட்டை டொண்டுகைய மானி நங்கர ஓளுலர மானி நங்கர மைசூரப்பேட்டை டொண்டுகைய மானி நங்கர தங்காட்டி குமர நங்கர தங்காட்டி மானி நங்கர மானி நங்கர தங்காட்டி மதும் மல தண்டு மானி நங்கர தங்காட்டி மதும் மல தண்டு எண்ணா கொண்டா மஞ்சள் கொண்டா மானி நங்கருக்கு எண்ணா கொண்டா மஞ்சள் கொண்டா சுங்குட்டி நங்கருக்கு எண்ணா கொண்டா மஞ்சள் கொண்டா மானி நங்கருக்கு எண்ணா கொண்டா மஞ்சள் கொண்டா சுக்குட்டி நங்கருக்கு மானி நங்கர தங்காட்டி குமர நங்கர தங்காட்டி மானி நங்கர ಅಗಲು ಬಂದನ ಪೂಜಿ ಇಗಲು ಬಂದನ ಪೂಜಿ ಎನ್ನ ಬಾವೆ ಪಂದೋಟೋ ಎನ್ನ ನೆಲೆ ಕೊಡೋಟ ಅಗಲು ಬಂದನ ಪೂಜಿ ಇಗಲು ಬಂದನ ಪೂಜಿ ಎನ್ನ ಬಾವೆ ಪಂದೋಟೋ ಎನ್ನ ನೆಲೆ ಕೊಡೋಟ ತುಳುಂದು ನೆಲೆ போட்டோ மானி நகருக்கு முட்டை கொத்து ನೆಲೆ போட்டோ மானி நகருக்கு புள்ளுந்து ನೆಲೆ போட்டோ மானி நகருக்கு முட்டை கொத்து ನೆಲೆ போட்டோ மானி நகருக்கு నువ్వు కావాలయ్యా నువ్వు కావాలయ్యా నువ్వు కావాలయ్యా నువ్వు కావాలయ్యా ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു
താളം വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര് കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോഹരാ ഹോ വേലായുധാ ഹരോഹരാ വേൽമുരുകാ ഹരോഹരാ ഹോ വേലായുധാ ഹരോഹരാ ऐसे डोरे डाले काला जादू नैना काले तेरे में हवाले हुआ सीने से लगा ले मैं तेरा ओ दोनों धीमे धीमे जले आजा दोनों ऐसे मिले जमीन पे लागे ना तेरे ना मेरे पाँव रे എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ഓണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ജക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ജക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ പെണ്ണും ജക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ജക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ഓണക്കമുന്തിരി പ്രാവേ മാറിൽ ചൂടുണ്ടോ മാരൻ മുത്തും പൂവൽ ചുണ്ടിൽ തേനും കൂടുണ്ടോ മാനേ മയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ മാനത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ മധുരം തോമാല പ്രായം മനസ്സിൽ കല്യാണക്കോലം ഇനിയും വൈകാനം തേലിയും ഞാനും പൊന്നാരം പ്രാവേ രമല രമ അല്ല രമല രമ അല്ല രമല രമ അല്ല രമല രമ അല്ല I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ
ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപടിയോ മധുരവിടെ വിളിയലിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. ഒരു മണകുണയല്ല പുലിയവനൊരു പുല്ല മുരുകനട. ഇവളൊരു മണിമുല്ല, പുതിയൊരു മഴവില്ല, നിറമെഴുതിയ ചില്ല, പെണ്ണൊരുക്കി. പന്തലാകെ പെയ്യും ചന്തമല്ലേ, ചങ്കുപോലെ ചങ്കും കൂടെയില്ലേ. അവനും അവളും അവരും ഇവരും അവിടെ ഇവിടെ ചിതറി ചിതറി ചിരിതം കടലായി മതിയോ മണപൊന്നളിയോ. പടകാളി ചണ്ടി ചങ്കിരി പോക്കിരി നമ്മുടെ പാട്ട് പാട്ട് മാറിപ്പോയാ നമ്മുടെ പെണ്ണിന്റെ നമ്മുടെ ചെക്കന്റെ പെണ്ണിന്റെ ചക്കന്റെ പെണ്ണിന്റെ ചക്കന്റെ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. ആക്ച്വലി ഞാൻ പാടാനിരുന്ന പാട്ടിന് ട്രാക്ക് വേറൊരു അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് അറിയാവുന്നൊരു പാട്ട് പാടുന്നത് കുറവുണ്ടെന്ന് ക്ഷമിക്കുക. മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിരും ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ. ആരാധികേ പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലേ. നീരു പെയ്ത മാറിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീയെന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകർത്തു നൽകിടാ കൊണ്ടു മൂടിടാ. അടുത്തു വന്നിടാം കുടിച്ചു നിന്നിടാം വീരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം. ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി
passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is